Good morning to all. The previous class we discussed about managing committee and their functions. Today we discussed about what are the duties and powers of managing committee and what are the disqualification of managing committee. These are today we discussed. The first we discussed about powers and duties of a managing committee. The powers and duties of a managing committee, the first one is to comply the provision regarding admission of members. The first point is to comply the provision regarding the admission of members. That means എന്താ പറയുന്നത്, ഒരു മെമ്പറിൻ്റെ നമ്മൾ പറഞ്ഞു ഇതിൻ്റെ അകത്ത് നമ്പേഴ്സ് എന്നാണ് കൊടുത്തിരിക്കുന്നത്, ആ മെമ്പേഴ്സാണ് കേട്ടോ. ദാറ്റ് മീൻസ് മെമ്പേഴ്സിൻ്റെ നമ്പർ, എത്ര പേര് അഡ്മിഷൻ റിലേറ്റഡ് ആയിട്ട് മാനേജിങ് കമ്മിറ്റീനെ അല്ലെങ്കിൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയിലേക്ക് വരുന്നുണ്ട്, അതിൻ്റെ അഡ്മിഷൻ റിലേറ്റഡ് കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്യുന്നത് ആരാണ്? മാനേജിങ് കമ്മിറ്റിയാണ്. So second one is to examine the register of A-class members and certify the same. That means the cooperative society different classes of members ഉണ്ട്. അതിൻ്റെ അകത്ത് ടു എക്സാം ദ രജിസ്റ്റർ ഓഫ് എ ക്ലാസ് മെമ്പേഴ്സ്, അതായത് എ ക്ലാസ് മെമ്പേഴ്സിനെ രജിസ്റ്റർ ചെയ്യും, അതേപോലെ തന്നെ അവർ സർട്ടിഫൈ ചെയ്യുകയാണ് സെക്കൻഡ് ഡ്യൂട്ടി അല്ലെങ്കിൽ പവർ എന്ന് പറയുന്നത്. അപ്പോൾ എ ക്ലാസ് മെമ്പേഴ്സിനെ എക്സാമിൻ ചെയ്യുക, അതേപോലെ തന്നെ അവർ സർട്ടിഫൈ ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ് ഡ്യൂട്ടി ആയി പറയുന്നത്. തേർഡ് പോയിന്റ്, ടു ഇഷ്യൂ ദ ഐഡൻറ്റി കാർഡ് ടു എ ക്ലാസ് മെമ്പേഴ്സ് ആസ് പെർ റൂൾ ആൻഡ് എൻട്രസ്റ്റ് ദ ഓഫീസർ ഫോർ ദ സെയിം ഇൻ ദ റിഗാർഡ്സ്. എന്താ പറയുന്നത്, എ ക്ലാസ് മെമ്പേഴ്സിന് നമ്മുടെ റൂൾസ് പ്രകാരം കോപ്പറേറ്റീവ് സൊസൈറ്റി ആക്ടിൻ്റെ ബൈലോസ് അല്ലെങ്കിൽ റൂൾസ് പ്രകാരമുള്ള ഐഡൻറ്റി കാർഡ് ഇഷ്യൂ ചെയ്യുക എന്നുള്ളത് ഈ മാനേജിങ് കമ്മിറ്റിയുടെ മാനേജിങ് കമ്മിറ്റിയുടെ ഡ്യൂട്ടിയാണ് അല്ലെങ്കിൽ പവറാണ്. നെക്സ്റ്റ് പറയുന്നതാണ് ടു കംപ്ലീറ്റ് ദ പ്രൊവിഷൻ റിഗാർഡിംഗ് ദ റെസിഗ്നേഷൻ ഓഫ് മെമ്പേഴ്സ്. നമ്മുടെ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ മെമ്പേഴ്സ് ഉണ്ടായിരിക്കും, അവരുടെ റെസിഗ്നേഷനുമായിട്ട് എന്തെങ്കിലും പ്രൊവിഷൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് ഡീൽ ചെയ്യുന്നത് ഈ മാനേജിങ് കമ്മിറ്റി ആയിരിക്കും. ഫിഫ്ത്ത് പോയിന്റ് പറയുന്നതാണ് ടു ഡിസൈഡ് ഓൺ ദ പ്രൊവിഷൻ റിഗാർഡിംഗ് ദ ട്രാൻസ്ഫർ ഓഫ് ഷെയർസ് ആൻഡ് വിഡ്രോവൽ ഓഫ് ഷെയർസ്. അതായത് എന്താണ്, കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ എന്തെങ്കിലും ഷെയർസ് ട്രാൻസ്ഫറോ അല്ലെങ്കിൽ വിഡ്രോവലോ ഉണ്ടെങ്കിൽ അതെല്ലാം മാനേജ് ചെയ്യുന്നത് മാനേജിങ് കമ്മിറ്റിയുടെ ഡിസിഷനോട് കൂടിയാണ്. അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായല്ലോ, മാനേജിങ് കമ്മിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേഴ്സൺസാണ്. അതായത് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത പേഴ്സൺസാണ് മാനേജിങ് കമ്മിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ മാനേജിങ് കമ്മിറ്റീനെ കുറിച്ച് മിസ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അതേപോലെ തന്നെ നമ്മുടെ റെസിഗ്നേഷൻ ഓഫ് മെമ്പേഴ്സും ട്രാൻസ്ഫർ ഓഫ് ഷെയർസ് ആൻഡ് വിഡ്രോവലും അതെല്ലാം നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ ടോപ്പിക്കുകളാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഡിസിഷൻസ് ടേക്ക് ചെയ്യുന്നത് ആരാണ്? മാനേജിങ് കമ്മിറ്റിയാണ്. നെക്സ്റ്റ് പറയുന്നതാണ് ടു ടേക്ക് appropriate action for expulsion of members as per rule, to evaluate the action of such members and assess his approach towards the society. അതായത് നമ്മൾ പറഞ്ഞു ചില മെമ്പേഴ്സിനെ നമ്മൾ പിരിച്ചുവിടുന്നു പറഞ്ഞു. ദാറ്റ് മീൻസ് നമ്മുടെ ബൈലോസിൽ പ്രിസ്ക്രൈബ് ചെയ്തതിനും എതിരായിട്ട് അവർ പ്രവർത്തിക്കുകയാണെങ്കിൽ, ആ മെമ്പേഴ്സ് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു അവരെന്ത് ചെയ്യും? എക്സ്പെൽ ചെയ്യും, അതായത് കമ്പനിയിൽ നിന്ന് പിരിച്ചുവിടുന്നു പറഞ്ഞു. കമ്പനി മീൻസ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിന്ന് പിരിച്ചുവിടുന്നു പറഞ്ഞു. അപ്പോൾ അങ്ങനെ പിരിച്ചുവിടാനായിട്ട് ഉള്ള കാരണങ്ങൾ ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെ ആരുടെ ഡ്യൂട്ടിയാണ്? അതായത് എന്തുകൊണ്ടാണ് അവർ ഇങ്ങനെ പ്രവർത്തിച്ചത്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അവർ കമ്പനിക്ക് എഗൻസ്റ്റ് ആയിട്ട് ചെയ്തതെന്നുള്ളതൊക്കെ ചെക്ക് ചെയ്യുക എന്നുള്ളത് ഈ മാനേജിങ് കമ്മിറ്റിയുടെ ഡ്യൂട്ടിയാണ്. നെക്സ്റ്റ് പറയുന്നതാണ് ഇഫ് ദ പീരീഡ് ഓഫ് മാനേജിങ് കമ്മിറ്റി ഗോസ് ഫോർ എ ലോങ് പീരീഡ്, ഇൻ സച്ച് സിറ്റുവേഷൻ ദ മാനേജിങ് കമ്മിറ്റി ഷുഡ് ബി ഡിസൈഡഡ് മാറ്റേഴ്സ് ഓഫ് കണ്ടക്ടിങ് എലക്ഷൻ ആൻഡ് റിലേറ്റഡ് ആക്ടിവിറ്റീസ്. ഇതിനകത്ത് എന്താ പറയുന്നത്, നമ്മുടെ മാനേജിങ് കമ്മിറ്റി ലോങ് പീരീഡിലേക്ക് ഗോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു നോർമലി 5 years ആണ് ഓരോ മാനേജിങ് കമ്മിറ്റിയുടെയും ഡ്യൂറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇപ്പോൾ ചില സിറ്റുവേഷനിൽ ഈ മാനേജിങ് കമ്മിറ്റി തന്നെയായിരിക്കും മുന്നോട്ട് പോകുക. ദാറ്റ് മീൻസ് എലക്ട് ചെയ്തെടുക്കുന്നതും ഈ സെയിം പേഴ്സൺസിനെ തന്നെയായിരിക്കും. സോ ഇഫ് the period of managing committee goes for a long period, in such a situation managing committee should decide on the matter of conducting election and related activities. അപ്പോൾ ഇവരുടെ മാനേജിങ് കമ്മിറ്റിയുടെ പീരീഡ് ലോങ് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ മാനേജിങ് കമ്മിറ്റിക്ക് ഡിസൈഡ് ചെയ്യുക എലക്ഷനെ കുറിച്ചും അതേപോലെ തന്നെ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അതർ മാറ്റേഴ്സിനെ കുറിച്ചൊക്കെ ഡിസൈഡ് ചെയ്യാനുള്ള പവർ ആൻഡ് ഡ്യൂട്ടി ആയിരിക്കുന്നുണ്ട് ഈ മാനേജിങ് കമ്മിറ്റിക്ക് ഉണ്ട്.
ഇത്രയുമാണ് നമ്മുടെ ഫസ്റ്റ് 7 പോയിന്റിൽ പറഞ്ഞത്. എന്തൊക്കെ പറഞ്ഞത്? നമ്മുടെ അഡ്മിഷൻ മെമ്പേഴ്സിൻ്റെ അഡ്മിഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നോക്കുന്നത് മാനേജിങ് കമ്മിറ്റിയാണ്. സെക്കൻഡ് വൺ പറഞ്ഞത് എ ക്ലാസ് മെമ്പേഴ്സിൻ്റെ രജിസ്ട്രേഷനും സർട്ടിഫിക്കേഷനും ചെയ്യുന്നത് മാനേജിങ് കമ്മിറ്റിയാണ്. എ ക്ലാസ് മെമ്പേഴ്സിനുള്ള ID കാർഡ് പ്രൊവൈഡ് ചെയ്യുന്നത് മാനേജിങ് കമ്മിറ്റിയാണ്. അതേപോലെ തന്നെ ഏതെങ്കിലും കമ്മിറ്റിയുടെ റെസിഗ്നേഷനോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്യുന്നത് മാനേജിങ് കമ്മിറ്റിയാണ്. പിന്നെ നമ്മൾ പറഞ്ഞത് എന്തെങ്കിലും ഫണ്ട്സിൻ ട്രാൻസ്ഫറോ ഷെയർസിൻ്റെ ട്രാൻസ്ഫറോ വിഡ്രോവലോ ഉണ്ടെങ്കിൽ അതിൻ്റെ ഡ്യൂട്ടി ആൻഡ് പവർ ഗോസ് ടു മാനേജിങ് കമ്മിറ്റി. നെക്സ്റ്റ് വി ഡിസ്കസ്ഡ് അബൌട്ട് ദ എക്സ്പെൽഷൻ ഓഫ് മെമ്പേഴ്സ്. ദ എക്സ്പെൽഷൻ ഓഫ് മെമ്പേഴ്സ് റിലേറ്റഡ് മാറ്റേഴ്സ് ആർ ഡിസ്കസ്ഡ് ആൻഡ് ആക്ഷൻ ടേക്കൺ ബൈ ദ മാനേജിങ് കമ്മിറ്റി. ആൻഡ് ലാസ്റ്റ് പോയിന്റ് വി ഡിസ്കസ്ഡ് അബൌട്ട് ഇഫ് ദ മാനേജിങ് കമ്മിറ്റി ഫോർ എ ലോങ് പീരിയഡ് ദ main matters are conducted, that means election and other related activities should be decided go through the managing committee. These are the 7 points. Next we discussed about other point of duties and powers of managing committee. The 8th point is to point out the amendment of bylaws and submit the same in the general meeting. That means എന്താണ്? നമ്മുടെ ബൈലോസ്, നമ്മുടെ കോപ്പറേറ്റീവ് സൊസൈറ്റി ഫോം ചെയ്യുമ്പോൾ നമുക്കൊരു ബൈലോസ് ഉണ്ടായിരിക്കും. ആ ബൈലോസ് ഒക്കെ പോയിൻ്റ് ഔട്ട് ചെയ്യും. അതേപോലെ അത് ജനറൽ ബോഡിയിലേക്ക് സബ്മിറ്റ് ചെയ്യാനുള്ള റൈറ്റ് ആൻഡ് പ്രിവിലേജസ് വരുന്നത് ഈ മാനേജിങ് കമ്മിറ്റിക്കാണ്. The next point is to decide and submit the details to be discussed in a general body and prepare previous year's working report, profit and loss account and balance sheet, auditor's report and budget for the coming year. അപ്പോൾ എന്താ പറയുന്നത്? നമ്മുടെ മാനേജിങ് കമ്മിറ്റിയാണ് നമ്മളിൽ പറഞ്ഞു ജനറൽ ബോഡിയിൽ നമ്മൾ ഡിസൈഡ് ചെയ്ത കാര്യങ്ങളെല്ലാം അവതരിപ്പിക്കുന്നത് ഈ മാനേജിങ് കമ്മിറ്റിയാണെന്ന് പറഞ്ഞു. സോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു ജനറൽ ബോഡി മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുമ്പോൾ നമ്മുടെ പ്രീവിയസ് ഇയർ വർക്കിംഗ് റിപ്പോർട്ട്, ദാറ്റ് ഈസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റിൻ്റെയൊക്കെ കമ്പയർ ചെയ്ത റിപ്പോർട്ട്, ഓഡിറ്റ് റിപ്പോർട്ടൊക്കെ പ്രിപ്പയർ ചെയ്യേണ്ടതും അതേപോലെ തന്നെ അത് സബ്മിറ്റ് ചെയ്യേണ്ടതും ആരാണ്? മാനേജിങ് കമ്മിറ്റിയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ കമ്മിങ് ഇയറിലേക്ക് വരുന്ന നമ്മുടെ ബഡ്ജറ്റ്, നമ്മുടെ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതും ആരുടെ ഡ്യൂട്ടിയാണ്? മാനേജിങ് കമ്മിറ്റിയുടെ ഡ്യൂട്ടിയാണ്. അപ്പോൾ എന്താ പറയുന്നത്? നമ്മുടെ ജനറൽ ബോഡി മീറ്റിങ്ങിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും സബ്മിറ്റ് ചെയ്യുന്നത്, ദാറ്റ് മീൻസ് നമ്മുടെ പ്രീവിയസ് ഇയറിൻ്റെ ബാലൻസ് ഷീറ്റ്, P&L അക്കൗണ്ട്, ഓഡിറ്റർ റിപ്പോർട്ടൊക്കെ സബ്മിറ്റ് ചെയ്യേണ്ടത് മാനേജിങ് കമ്മിറ്റിയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ കമ്മിങ് ഇയറിൽ വരുന്ന ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യേണ്ടതും ആരാണ്? മാനേജിങ് കമ്മിറ്റിയാണ്. നെക്സ്റ്റ് പറയുന്നതാണ് ടു കൺവീൻ ദ ജനറൽ ബോഡി ആൻഡ് സ്പെഷ്യൽ ബോഡി ആസ് പെർ റൂൾ. എന്താ പറയുന്നത്? ടു കൺവേ ദ ജനറൽ ബോഡി, അതായത് ഇപ്പം എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ജനറൽ ബോഡിയിൽ തന്നെ നമുക്ക് ഒരുപാട് ഡിസിഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ടേക്ക് ചെയ്യുന്നുണ്ടാകും. സോ അതാണ് പറയുന്നത്, നമുക്ക് എന്തെങ്കിലും ഡിസിഷൻസൊക്കെ എടുക്കുമ്പോൾ എല്ലാവരും അതിന് അനുകൂലമായിട്ട് സംസാരിച്ചെന്ന് വരില്ലേ? ചിലരെന്തുണ്ടായിരിക്കും അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് സംസാരിക്കുന്നവരുണ്ടായിരിക്കും. സോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ജനറൽ ബോഡി മീറ്റിങ്ങിൽ കൺവേ ചെയ്യുക, അതായത് ടു കൺവേ ദ ജനറൽ ബോഡി ആൻഡ് സ്പെഷ്യൽ ബോഡി ആസ് പെർ റൂൾ. നമ്മൾക്ക് പ്രിസ്ക്രൈബ് തന്നിരിക്കുന്ന റൂൾസ് പ്രകാരം ജനറൽ ബോഡിയിൽ നമ്മൾ കൺവീൻ ചെയ്യാന്നുള്ള ഡ്യൂട്ടി ആർക്കാണ് പോയിരിക്കുന്നത്? ഗോസ് ടു മാനേജിങ് കമ്മിറ്റി. The next is to obtain the approval from the registrar for keeping cash in hand. That means നമ്മൾ പറഞ്ഞു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ചില സിറ്റുവേഷൻസിൽ ക്യാഷ് ഇൻ ഹാൻഡ് ഒക്കെ ഉണ്ടായിരിക്കില്ലേ? ഈ ക്യാഷ് ഇൻ ഹാൻഡ് ഒക്കെ രജിസ്ട്രാറിൻ്റെ അപ്രൂവലോടുകൂടി ഒബ്റ്റെയിൻ ചെയ്യുന്നത് ആരാണ്? മാനേജിങ് കമ്മിറ്റിയാണ്. അപ്പോൾ നമ്മുടെ രജിസ്ട്രാറിൻ്റെ അപ്രൂവലോടുകൂടി ക്യാഷ് ഇൻ ഹാൻഡ് കീപ്പ് ചെയ്ത് വെക്കുന്നത് മാനേജിങ് കമ്മിറ്റിയാണ്. നെക്സ്റ്റ് പറയുന്നതാണ് ടു അറേഞ്ച് ദ ആക്ടിവിറ്റീസ് ഫോർ മൊബിലൈസിങ് റിസോഴ്സസ് ഫോർ ദ ഫങ്ഷനിങ് ഓഫ് ദ സൊസൈറ്റി. നമ്മുടെ കോപ്പറേറ്റീവ് സൊസൈറ്റി നമ്മൾ പറഞ്ഞു മെയിൻലി ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ആണ് നടത്തുന്നത്. സോ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ആവശ്യമായിട്ട് റിസോഴ്സസ് മൊബിലൈസ് ചെയ്യുക അല്ലെങ്കിൽ അതിൻ്റെ ഫങ്ഷൻസ് ഒക്കെ അറേഞ്ച് ചെയ്യുക എന്നുള്ള ആക്ടിവിറ്റിയും നമ്മൾ ആർക്കാണ് കൊടുത്തിരിക്കുന്നത്? മാനേജിങ് കമ്മിറ്റിക്കാണ്. സോ മാനേജിങ് കമ്മിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പേഴ്സണാണ്. നമ്മൾ പറഞ്ഞിരുന്നു 7 to 15 ആണ് അവരെ മാക്സിമം നമ്പർ ഇൻ കേസ് ഓഫ് പ്രൈമറി സൊസൈറ്റിയിൽ. അത് ഫെഡറൽ സൊസൈറ്റി ആണെന്നുണ്ടെങ്കിൽ 7 to 21 വരെ ആവാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. സോ അപ്പോൾ അതാണ് പറയുന്നത്, നമ്മുടെ റിസോഴ്സസ് ഒക്കെ മൊബിലൈസ് ചെയ്യാനും അത് അറേഞ്ച് ചെയ്യാനും എല്ലാം ഉള്ളത് ഡ്യൂട്ടി ആർക്കാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്? മാനേജിങ് കമ്മിറ്റിക്കാണ്. നെക്സ്റ്റ് പറയുന്നതാണ് ടു എൻട്രസ്റ്റ് ദ ഓഫീസേഴ്സ് ഫോർ ഓപ്പണിംഗ് അക്കൗണ്ട് ഇൻ ദ നെയിം ഓഫ് സൊസൈറ്റി ആൻഡ് വിഡ്രോയിങ് മണി ഫ്രം ദ അക്കൗണ്ട്. അതായത് നമ്മൾക്ക് കോപ്പറേറ്റീവ് സൊസൈറ്റീന് നമ്മൾക്കൊരു ലീഗൽ എൻറ്റിറ്റി ഉണ്ട്. സോ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ
ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പേരിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു സെപ്പറേറ്റ് അക്കൗണ്ടാണ് ഓപ്പൺ ചെയ്തത്. ദാറ്റ് മീൻസ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പേരിൽ തന്നെയാണ് നമ്മൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. നമ്മൾ ബിസിനസ് ലോ, കമ്പനി ലോസിലൊക്കെ ഇത് പഠിച്ചിട്ടുണ്ടാകും. അപ്പോൾ നമ്മൾക്കൊരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഉള്ളത് കൊണ്ട് തന്നെ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പേരിലായിരിക്കും നമ്മളൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പേരിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്താൽ സൊസൈറ്റിക്ക് ഡയറക്റ്റ്ലി പോയിട്ട് ക്യാഷ് വിഡ്രോ ചെയ്യാനും ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാനൊന്നും പറ്റില്ലല്ലോ. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പേഴ്സണെ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ദാറ്റ് ഈസ് അവർ ഈ മാനേജിങ് കമ്മിറ്റിയിലുള്ള പേഴ്സൺസ് ആയിരിക്കും. സോ അതാണ് പറയുന്നത്, the interest officers for opening account in the name of society and withdrawing money from the account. അപ്പോൾ ഈ മാനേജിങ് കമ്മിറ്റിയിലുള്ള പേഴ്സൺസ് ആയിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ അകത്തുള്ള ഓഫീസേഴ്സ് ആയിരിക്കും നമ്മുടെ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതും അതിൽ നിന്ന് മണി ട്രാൻസാക്ഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ദാറ്റ് മീൻസ് ഡെപ്പോസിറ്റ് ആൻഡ് ആക്സെപ്റ്റിംഗ് ഓഫ് മണി, ഇത് ചെയ്യുന്നതെല്ലാം മാനേജിങ് കമ്മിറ്റി ആയിരിക്കും. നെക്സ്റ്റ് പറയുന്നതാണ് ടു പ്രിപ്പയർ സബ് ബൈ ലോസ് ഓഫ് അഡ്വാൻസസ്, ഡെപ്പോസിറ്റ് ആൻഡ് ഫണ്ട് ടു ഒബ്റ്റെയിൻ ദ അപ്രൂവൽ ബൈ ദ രജിസ്ട്രാർ. ദാറ്റ് മീൻസ് എന്താണ്, നമ്മുടെ ബൈലോസിൽ വരുന്ന പ്രിപ്പറേഷൻ, അതായത് അഡീഷണൽ ആയിട്ട് നമ്മൾ പറഞ്ഞു നമ്മുടെ ബൈലോസിൽ നമുക്ക് ചേഞ്ചസ് വരുത്താമെന്ന് പറഞ്ഞു. സോ അങ്ങനെ ബൈലോസിൽ ചേഞ്ചസ് വരുത്തേ അങ്ങനെ എന്തെങ്കിലും ചെയ്യുമ്പോൾ ഈ സബ് ബൈലോസൊക്കെ പ്രിപ്പയർ ചെയ്യുക. അതേപോലെ തന്നെ ഫണ്ട്സ് ഡെപ്പോസിറ്റ് ചെയ്യുന്നതൊക്കെ മാനേജിങ് കമ്മിറ്റി ആയിരിക്കും വിത്ത് ദ അപ്രൂവൽ ഓഫ് രജിസ്ട്രാർ. രജിസ്ട്രാറിൻ്റെ സമ്മതത്തോടു കൂടി നമ്മുടെ സബ് ബൈലോസിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തേ അല്ലെങ്കിൽ ഫണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നതൊക്കെ ആരാണ്, നമ്മുടെ മാനേജിങ് കമ്മിറ്റി ആയിരിക്കും. നെക്സ്റ്റ് പറയുന്നതാണ് ടു ഡിസൈഡ് ഓൺ ലോൺ അപ്ലിക്കേഷൻ, അതായത് ലോൺ അപ്ലിക്കേഷൻ ഡിസൈഡ് ചെയ്യാനായിട്ടുള്ള റൈറ്റ് മാനേജിങ് കമ്മിറ്റിയാണ്. അതായത് ഇപ്പോൾ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി എടുത്തു എന്ന് വിചാരിക്കാം, അവിടുത്തെ മെമ്പേഴ്സ് ആരെങ്കിലും ലോണിന് വേണ്ടിയിട്ടുള്ള അപ്ലിക്കേഷൻ വെച്ചു എന്ന് വിചാരിക്കാം. ഈ ലോണിലുള്ള അപ്ലിക്കേഷൻ അപ്രൂവ് ചെയ്യണോ റിജക്റ്റ് ചെയ്യണോ എന്ന് നോക്കുന്നത് ഈ മാനേജിങ് കമ്മിറ്റിയാണ്, വിത്ത് പ്രൊവൈഡിങ് ദ മെമ്പേഴ്സ് ഡോക്യുമെൻ്ററി എവിഡൻസ്. അതായത് മെമ്പേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഡോക്യുമെൻ്ററി എവിഡൻസിൻ്റെ ബേസിസിൽ ആയിരിക്കും അവർ ഒരു ഡിസിഷൻ എടുക്കുക, അതായത് ലോൺസ് അപ്രൂവ് ചെയ്യണോ വേണ്ടതെന്നുള്ളത്. അപ്പോൾ അതാണ് പറയുന്നത് ടു ഡിസൈഡ് ഓൺ എ ലോൺ അപ്ലിക്കേഷൻ. ലോൺ അപ്ലിക്കേഷൻ്റെ കാര്യം ഡിസൈഡ് ചെയ്യുന്നത് ആരാണ്, ഈ മാനേജിങ് കമ്മിറ്റി ആയിരിക്കും. നെക്സ്റ്റ് പറയുന്നതാണ് ടു എൻട്രസ്റ്റ് ഓഫീസേഴ്സ് ഫോർ പ്ലഡ്ജ് ആൻഡ് മോർട്ടഗേജ്, അതായത് മോർട്ടഗേജ് പ്ലഡ്ജ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുടെ എല്ലാം ഡിസിഷൻ ടേക്ക് ചെയ്യുന്നത് മാനേജിങ് കമ്മിറ്റിയാണ്. നെക്സ്റ്റ് പറയുന്നതാണ് നെസസറി അറേഞ്ച്മെൻറ്റ് ഫോർ എക്സാമിൻ ദ ലോൺ അപ്ലിക്കേഷൻ. ദാറ്റ് മീൻസ് എന്താ പറയുക, നമ്മൾ പറഞ്ഞു ഒരു ലോൺ അപ്ലിക്കേഷൻ മെമ്പേഴ്സ് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മെമ്പേഴ്സിൻ്റെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഡോക്യുമെൻ്ററി എവിഡൻസ് എല്ലാം ഇവരെന്ത് ചെയ്യും, ചെക്ക് ചെയ്യും. അതായത് അവർ ചിലപ്പോൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വെച്ചിട്ടായിരിക്കും, ജാമ്യം നിന്നിട്ടായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും വസ്തുക്കൾ വെച്ചിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഗോൾഡ് വെച്ചിട്ടായിരിക്കാം, അങ്ങനെ പല രീതിയിലും നമുക്ക് ലോൺസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ ഏതൊരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിലും എന്താ ചെയ്യുക, അവർക്ക് റീപേ ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ടോ എന്ന് നോക്കിയിട്ടായിരിക്കും ലോൺ സാങ്ഷൻ ചെയ്യുക. അപ്പോൾ അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്, നെസസറി അറേഞ്ച്മെൻറ്റ് ഫോർ എക്സാമിങ് ദ ലോൺ ആപ്ലിക്കേഷൻ. അതായത് ലോൺ ആപ്ലിക്കേഷന് വേണ്ടിയിട്ടുള്ള എല്ലാ അറേഞ്ച്മെൻറ്റും അവർ ചെയ്യും, അതോടൊപ്പം തന്നെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഡോക്യുമെൻ്ററി എവിഡൻസ് ക്ലിയർലി ചെക്കും ചെയ്യും. നെക്സ്റ്റ് പറയുന്നതാണ് ടു അറേഞ്ച് ദ എക്സാമിനേഷൻ ഓഫ് യൂട്ടിലൈസേഷൻ ഓഫ് ഫണ്ട്. ഇപ്പോൾ ലോൺസ് പ്രൊവൈഡ് ചെയ്യാനുള്ള ഡിസിഷൻ അവർ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, ആ ഫണ്ട് മൊബിലൈസ് ചെയ്യേണ്ടത്. ചിലപ്പോൾ ചിലർ ഹൈ എമൗണ്ട് ആയിരിക്കും ലോൺ എടുക്കുന്നത്. സോ അത് കഴിയുമ്പോൾ അവർ നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ സാങ്ഷൻ ചെയ്യുകയാണെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് അവർ മൊബിലൈസ് ചെയ്യും. അത് എന്തൊക്കെ സോഴ്സ് യൂസ് ചെയ്തിട്ട് മൊബിലൈസ് ചെയ്യണം എന്നുള്ള ഡിസിഷൻസ് എല്ലാം എടുക്കുന്നത് ഈ മാനേജിങ് കമ്മിറ്റിയാണ്. അപ്പോൾ 8 to 15. നെക്സ്റ്റ് പറയുന്നത് 16th പോയിൻ്റ് ആണ് ടു ഇവാലുവേറ്റ് എക്സ്പെൻഡിച്ചർ ആൻഡ് മാച്ച് ദ ബഡ്ജറ്റ്. ദാറ്റ് മീൻസ് നമ്മൾ പറഞ്ഞു ഒരു ബഡ്ജറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു, അതായത് നമ്മുടെ കറൻറ്റ് ഇയറിലേക്ക് ഉള്ള ബഡ്ജറ്റ് നമ്മൾ മുൻകൂട്ടി തന്നെ പ്രിപ്പയർ ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ബഡ്ജറ്റും നമ്മുടെ എക്സ്പെൻഡിച്ചറും തമ്മിലൊന്ന് ഇവാലുവേറ്റ് ചെയ്യും. ദാറ്റ് മീൻസ് നമ്മുടെ ബഡ്ജറ്റ് നമ്മൾ ചെയ്തിരിക്കുന്ന ബഡ്ജറ്റിൻ്റെ ഉള്ളിൽ കൂടെ തന്നെയാണോ നമ്മുടെ എക്സ്പെൻഡിച്ചർ മൂവ് ചെയ്യണമെന്നുള്ള കാര്യം ഈ മാനേജിങ് കമ്മിറ്റി ചെക്ക് ചെയ്യും. അതാണ് പറയുന്നത് ടു ഇവാലുവേറ്റ് ദ എക്സ്പെൻഡിച്ചർ ആൻഡ് മാച്ച് ദ ബഡ്ജറ്റ്. നമ്മുടെ എക്സ്പെൻഡിച്ചർ നമ്മുടെ ബഡ്ജറ്റുമായിട്ട് മാച്ച് ചെയ്യേണ്ടതെന്നുള്ളത് ചെക്ക് ചെയ്യും. നെക്സ്റ്റ് പറയുന്നതാണ് ടു ഇംപ്ലിമെൻറ്റ് ദ ആക്ഷൻ ഫോർ എക്സാമിങ് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ് ആൻഡ് അഡ്വാൻസസ് ആൻഡ് റിക്കവറി ചാർജസ്. എന്താ പറയുന്നത്, ടു ഇംപ്ലിമെൻറ്റ് ദ ആക്ഷൻ ഫോർ എക്സാമിൻ ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ്.
ഡെപ്പോസിറ്റിനുള്ള റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എക്സാമിൻ ചെയ്യും. അതേപോലെ തന്നെ ഇനി അഡ്വാൻസസിൻ്റെയോ അല്ലെങ്കിൽ റിക്കവറി ചാർജസോ അങ്ങനെ എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ അതെല്ലാം എക്സാമിൻ ചെയ്യും. അത് ഇംപ്ലിമെൻറ്റേഷൻ നടത്തുകയും ചെയ്യുന്നത് ഈ മാനേജിങ് കമ്മിറ്റിയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ 8 to 17th പോയിന്റ് വരെയും പറയുന്നത്. അപ്പോൾ 1 to 7 പോയിൻ്റാണ് മിസ് ഫസ്റ്റ് ഡിസ്കസ് ചെയ്തത്. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് 8 to 17th പോയിൻ്റാണ്. അതിൻ്റെ അകത്ത് മെയിനായിട്ട് പറഞ്ഞത് എന്താണ്, നമ്മുടെ ബൈലോസിൻ്റെ സബ്മിഷൻ, അതായത് ജനറൽ ബോഡി മീറ്റിങ്ങിൽ ബൈലോസിൻ്റെ സബ്മിഷൻ പറഞ്ഞു. അതേപോലെ തന്നെ ജനറൽ ബോഡി മീറ്റിങ്ങിൽ നമ്മുടെ പ്രീവിയസ് ഇയറിൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, അതേപോലെ തന്നെ ഓഡിറ്റ് റിപ്പോർട്ടെല്ലാം പ്രസൻറ്റ് ചെയ്യുക. അതേപോലെ ഫ്യൂച്ചറിലേക്കുള്ള ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യാനൊക്കെ ഉള്ളത് മാനേജിങ് കമ്മിറ്റിയുടെ ഡ്യൂട്ടിയാണെന്ന് പറഞ്ഞു. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞു ജനറൽ ബോഡിയിൽ എന്തെങ്കിലും സ്പെഷ്യൽ സിറ്റുവേഷൻസ് വരുമ്പോൾ അവിടുത്തെ മെമ്പേഴ്സിനെ കൺവേ ചെയ്യാനുള്ള ഡ്യൂട്ടി മാനേജിങ് കമ്മിറ്റിക്കാണ്. അതേപോലെ തന്നെ എന്തെങ്കിലും ക്യാഷ് ഇൻ ഹാൻഡ് വെക്കണമെന്നുണ്ടെങ്കിൽ വിത്ത് ദ അപ്രൂവൽ ഓഫ് രജിസ്ട്രാറിൻ്റെ സമ്മതത്തോടുകൂടി ക്യാഷ് ഇൻ ഹാൻഡ് കൈകാര്യം ചെയ്യുന്നത് മാനേജിങ് കമ്മിറ്റിയാണ്. അതേപോലെ തന്നെ ഫണ്ട്സ് മൊബിലൈസ് ചെയ്യാനുള്ള റൈറ്റ് ഗോസ് ടു മാനേജിങ് കമ്മിറ്റി. ആൻഡ് നെക്സ്റ്റ് ഈസ് എനി ഓപ്പണിംഗ്, കമ്പനിയുടെ പേര് കോപ്പറേറ്റീവ് സൊസൈറ്റീൻ്റെ പേരിൽ എന്തെങ്കിലും അക്കൗണ്ട്സ് ഓപ്പൺ ചെയ്യണമെങ്കിലും അത് ഹാൻഡിൽ ചെയ്യാനുള്ള റൈറ്റ് ഗോസ് ടു മാനേജിങ് കമ്മിറ്റി. Then next we discussed about any loan applications is provided to managing committee and the decisions are taken by the managing committee, and the final is to collect and mobilize the fund. These are most the managing committee's powers and duties. Next we discuss about to evaluate the expenditure and match the budget. The 17th point, what is 17th point? The implementation of action for examining the rate of interest, deposit, advances and recovery charges. These are the 17 point of managing committee's powers and duties. Then we move on the next point of powers and duties of managing committee. നെക്സ്റ്റ് പറയുന്നതാണ് ടു പ്രിപ്പയർ ദ സബ് റൂൾസ് ഓഫ് അപ്പോയിൻറ്റിംഗ് ആൻഡ് സർവീസ് കണ്ടീഷൻ ഓഫ് ദ എംപ്ലോയി ആൻഡ് ഒബ്റ്റെയിൻ ദ അപ്രൂവൽ ഫ്രം ദ രജിസ്റ്റർ. ദാറ്റ് മീൻസ് എന്താണ്, നമ്മുടെ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ എംപ്ലോയീസ് ഉണ്ടായിരിക്കും, അവരുടെ അപ്പോയിൻമെൻറ്റ്സും സർവീസസും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത് ആരാണ്, മാനേജിങ് കമ്മിറ്റിയാണ്. വിത്ത് ദ അപ്രൂവൽ ഓഫ് രജിസ്ട്രാറിൻ്റെ അപ്രൂവലോട് കൂടി നമ്മുടെ എംപ്ലോയീസിൻ്റെ അപ്പോയിൻമെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം വർക്ക് ചെയ്യുന്നത് ആരാണ്, ഈ മാനേജിങ് കമ്മിറ്റി ആയിരിക്കും. നെക്സ്റ്റ് പറയുന്നതാണ് ടു ഇൻട്രൊഡ്യൂസ് ആക്ടിവിറ്റീസ് ഫോർ അവോയ്ഡിങ് ഡിസ്ക്രിമിനേറ്ററി റിലേഷൻഷിപ്പ് എമംഗ് ദ എംപ്ലോയീസ് ആൻഡ് കസ്റ്റമേഴ്സ്. അതായത് എംപ്ലോയീസും കസ്റ്റമേഴ്സും തമ്മിലുള്ള ഡിസ്ക്രിമിനേറ്ററി റിലേഷൻഷിപ്പ് അവോയ്ഡ് ചെയ്യാനായിട്ടുള്ള എല്ലാ ആക്ടിവിറ്റീസും ടേക്ക് ചെയ്യുന്നത് ആരാണ്, മാനേജിങ് കമ്മിറ്റിയാണ്. ദാറ്റ് മീൻസ് എപ്പോഴും നമ്മൾ എംപ്ലോയീസും കസ്റ്റമേഴ്സും തമ്മിലൊരു ഗുഡ് റിലേഷനാണ് ഉണ്ടാവേണ്ടത്. അപ്പോൾ ഡിസ്ക്രിമിനേറ്ററി റിലേഷൻസ് എന്തെങ്കിലും വരാണെന്നുണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാനായിട്ടുള്ള ആക്ടിവിറ്റീസ് എല്ലാം ആരാ ചെയ്യുന്നത്, മാനേജിങ് കമ്മിറ്റീസ്. ഡിസ്ക്രിമിനേറ്ററി എന്ന് പറഞ്ഞാൽ അറിയില്ലേ, എന്തെങ്കിലും തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള ടോക്കുകൾ, കോപ്പറേറ്റീവ് സൊസൈറ്റീനെ കുറിച്ചുള്ള ടോക്കുകൾ എംപ്ലോയീസ് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കസ്റ്റമേഴ്സിലേക്ക് എത്താണ്ടിരിക്കാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ഈ മാനേജിങ് കമ്മിറ്റിയാണ്. നെക്സ്റ്റ് പറയുന്നതാണ് ടു ഇൻട്രൊഡ്യൂസ് പ്രൊസീജിയർ ഫോർ റിസിപ്റ്റ് ഓഫ് ഫണ്ട് ആൻഡ് പ്രിപ്പറേഷൻ ഓഫ് ബോണ്ട് ആൻഡ് റിസിപ്റ്റ് ആൻഡ് എൻട്രസ്റ്റ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ഓഫീസ് ക്യാരി ഔട്ട് ദ സെയിം. ദാറ്റ് മീൻസ് എന്തെങ്കിലും കോപ്പറേറ്റീവ് സൊസൈറ്റിയുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന എന്തെങ്കിലും പ്രൊസീജിയേഴ്സോ റിസിപ്റ്റ്സോ അല്ലെങ്കിൽ ബോണ്ട്സോ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് മാനേജിങ് കമ്മിറ്റിയുടെ ഡ്യൂട്ടിയാണ്. നെക്സ്റ്റ് പറയുന്നതാണ് ടു അറേഞ്ച് ഫോർ ദ സേഫ് കസ്റ്റഡി ഓഫ് വാല്യുബിൾ ആൻഡ് ഇൻടാഞ്ചിബിൾ പെർമനൻറ്റ് അസെറ്റ് ഓഫ് ദ സൊസൈറ്റി. കോപ്പറേറ്റീവ് സൊസൈറ്റിയിലുള്ള പെർമനൻ്റ് ആയിട്ടുള്ള അസെറ്റും അതേപോലെ തന്നെ ടാഞ്ചിബിൾ ആയിട്ടുള്ള അസെറ്റ്സും വാല്യുബിൾ അസെറ്റ്സും ഒക്കെ സേഫ് കസ്റ്റഡിയിൽ വയ്ക്കുക എന്നുള്ളത് അല്ലെങ്കിൽ അത് അറേഞ്ച് ചെയ്യുന്നത് മാനേജിങ് കമ്മിറ്റിയാണ്. നെക്സ്റ്റ് പറയുന്നതാണ് അറേഞ്ച്മെൻറ്റ് ഫോർ റിസിപ്റ്റ് ആൻഡ് ഡിസംബേഴ്സ്മെൻറ്റ് ഓഫ് ഫണ്ട് ഫോർ ദ കമ്മിങ് ഇയർ. അതായത് നമ്മുടെ കമ്മിങ് ഇയറിലേക്ക് വരുന്ന ഫണ്ട്സ് റിസിപ്റ്റ് ഒക്കെ അറേഞ്ച് ചെയ്യുക എന്നുള്ളത് മാനേജിങ് കമ്മിറ്റിയുടെ ഡ്യൂട്ടിയാണ്. നെക്സ്റ്റ് പറയുക അറേഞ്ച്മെൻറ്റ് ഓഫ് പ്രോപ്പർ കണ്ടക്ട് ഓഫ് ഓഡിറ്റ് അക്കോർഡിംഗ് ബൈ ദ റൂൾസ് ആൻഡ് ബൈലോസ് ഓഫ് ദ സൊസൈറ്റി. അതായത് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ റൂൾസും ബൈലോസും ഫോളോ ചെയ്തുകൊണ്ട് ഓഡിറ്റ് വർക്ക് കണ്ടക്ട് ചെയ്യുക എന്നുള്ളത് ആരുടെ ഡ്യൂട്ടിയാണ്, മാനേജിങ് കമ്മിറ്റിയുടെ ഡ്യൂട്ടിയാണ്. ദാറ്റ് മീൻസ് മാനേജിങ് കമ്മിറ്റി ചെയ്യണമെന്നല്ല, അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ അറേഞ്ച്മെൻറ്റും ചെയ്യുന്നത് ആരായിരിക്കണം, മാനേജിങ് കമ്മിറ്റി ആയിരിക്കണം. ദാറ്റ് മീൻസ് ഒരു ഓഡിറ്ററെ അപ്പോയിൻറ്റ് ചെയ്യലും അല്ലെങ്കിൽ ആരാണോ ഓഡിറ്റ് വർക്ക് കണ്ടക്ട് ചെയ്യുന്നത് അവരെ അപ്പോയിൻറ്റ് ചെയ്യാന്നൊക്കെ ഉള്ളത് മാനേജിങ് കമ്മിറ്റിയുടെ ഡ്യൂട്ടിയാണ്.
നെക്സ്റ്റ് പറയുന്നതാണ് ടു അറേഞ്ച് ദ അഫിലിയേഷൻ ആൻഡ് സബ്സ്ക്രിപ്ഷൻ ഓഫ് ഷെയർസ് ഓഫ് ഫിനാൻസിങ് ബാങ്ക്. ദാറ്റ് മീൻസ് നമ്മൾ ഫിനാൻസിങ് ബാങ്കായിട്ടുള്ള ഷെയർസൊക്കെ ചിലപ്പോൾ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതിൻ്റെ അറേഞ്ച്മെൻറ്റും അഫിലിയേഷനും എല്ലാം ഗോസ് ടു മാനേജിങ് കമ്മിറ്റി. നെക്സ്റ്റ് പറയുന്നതാണ് ഡിസൈഡ് ഓൺ മാറ്റർ ഫോർ അഫിലിയേഷൻ ഓഫ് സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക്. അതായത് സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്കുമായിട്ടുള്ള അഫിലിയേഷൻ മാറ്റേഴ്സ് എല്ലാം ഡിസൈഡ് ചെയ്യുന്നത് മാനേജിങ് കമ്മിറ്റി ആയിരിക്കും. നെക്സ്റ്റ് പറയുന്നതാണ് അറേഞ്ച്മെൻറ്റ് ഫോർ ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് ഫണ്ട്. അതായത് മെമ്പേഴ്സിൽ നിന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് മാക്സിമം സൊസൈറ്റിയിലേക്ക് എത്തിക്കുക എന്നുള്ളത് മാനേജിങ് കമ്മിറ്റിയുടെ ഡ്യൂട്ടിയാണ്. സോ അതാണ് പറയുന്നത് അറേഞ്ച്മെൻറ്റ് ഫോർ ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് ഫണ്ട്സ്. നെക്സ്റ്റ് പറയുന്നതാണ് ടു ഒബ്റ്റെയിൻ ദ അപ്രൂവൽ ഫ്രം ദ രജിസ്ട്രാർ ഫോർ ഓപ്പണിംഗ് ന്യൂ ബ്രാഞ്ചസ് ഔട്ട്ലെറ്റ്സ് ആൻഡ് സെയിൽസ് ഡിപ്പോട്ട്സ്. അതായത് രജിസ്ട്രാറിൻ്റെ അപ്രൂവലോടുകൂടി ന്യൂ ബ്രാഞ്ചസോ ഔട്ട്ലെറ്റ്സോ ഒക്കെ ഓപ്പൺ ചെയ്യുക എന്നുള്ളത് ഈ മാനേജിങ് കമ്മിറ്റിയുടെ ഡ്യൂട്ടിയാണ്. നെക്സ്റ്റ് പറയുന്നതാണ് ടു ഡിസ്കസ് ആൻഡ് ഡിസൈഡ് ദ റെസൊല്യൂഷൻ അഗെയിൻസ്റ്റ് ദ പ്രസിഡൻറ്റ് ആൻഡ് വൈസ് പ്രസിഡൻറ്റ്. അതായത് എന്തെങ്കിലും പ്രസിഡൻറ്റോ വൈസ് പ്രസിഡൻറ്റിനൊക്കെ ആയിട്ടുള്ള എന്തെങ്കിലും റെസൊല്യൂഷനോ കാര്യങ്ങളൊക്കെ ഡിസൈഡ് ചെയ്യുന്നത് മാനേജിങ് കമ്മിറ്റിയാണ്. നെക്സ്റ്റ് പറയുന്നതാണ് ഇവാലുവേറ്റ് ദ വർക്കിംഗ് ഓഫ് സബ് കമ്മിറ്റി ആൻഡ് ഇംപ്ലിമെൻറ്റ് ദ ഡിസിഷൻ. അതായത് സബ് കമ്മിറ്റിയുടെ വർക്കിംഗ് ഇവാലുവേറ്റ് ചെയ്യും, അതേപോലെ തന്നെ അതിൽ നിന്ന് എന്ത് റിസൾട്ടാണ് അല്ലെങ്കിൽ എന്ത് ഇംപ്ലിമെൻറ്റേഷൻ ഡിസിഷനാണ് നമ്മൾ എടുത്തതെന്നുള്ളത് കൊണ്ടുവരികയും ചെയ്യുന്നത് മാനേജിങ് കമ്മിറ്റിയാണ്. നെക്സ്റ്റ് പറയുന്നതാണ് ടു ഡിസൈഡ് ആൻഡ് ഡിറ്റർമൈൻ ദ അക്വിസിഷൻ ഓഫ് ബിൽഡിംഗ് ആൻഡ് ഫിക്സിംഗ് റെൻറ്റ് ഫോർ ഇറ്റ് സെയിൽ. ദാറ്റ് മീൻസ് എന്താണ്, നമ്മൾ ഒരു ബിൽഡിങ് അക്വയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ കോഓപ്പറേറ്റീവ് സൊസൈറ്റി സ്വന്തം സ്ഥാപനത്തിലായിരിക്കണമെന്നില്ല ചിലപ്പോൾ വർക്ക് ചെയ്യുന്നത്, എന്തെങ്കിലും റെൻ്റൽ ഹൗസിലായിരിക്കും വർക്ക് ചെയ്യുന്നത്. സോ അതാണ് പറയുന്നത് എന്തെങ്കിലും ബിൽഡിംഗ് ഒക്കെ നമ്മൾ അക്വയർ ചെയ്തിട്ടാണ് നമ്മുടെ കോഓപ്പറേറ്റീവ് സൊസൈറ്റി വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ റെൻറ്റ് എങ്ങനെയാണ് ഫിക്സ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അതിൻ്റെ ഓണർ പറഞ്ഞിരിക്കുന്ന റെൻറ്റുമായിട്ട് മാച്ച് ചെയ്ത് പോവാണോ, അതുമായിട്ടുള്ള റിലേറ്റഡ് കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യുന്നതും അത് സാങ്ഷൻ ചെയ്യുന്നതും മാനേജിങ് കമ്മിറ്റിയാണ്. അപ്പോൾ ഇത്രയുമാണ് 92 പോയിന്റിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എക്സാമിന് വരാമെന്നൊരു ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ് മാനേജിങ് കമ്മിറ്റി. അപ്പോൾ നമുക്കൊരു 32 പവേഴ്സ് ആൻഡ് ഡ്യൂട്ടീസ് ആണ് മാനേജിങ് കമ്മിറ്റിയിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പം മിനിമം നിങ്ങളൊരു 20 പോയിൻ്റെങ്കിലും പഠിച്ചു വയ്ക്കുക കേട്ടോ. അപ്പോൾ 20 പോയിൻ്റ് നിങ്ങൾ എക്സാമിന് എഴുതാവുന്ന വിധത്തിൽ പഠിച്ചു വയ്ക്കുക. അപ്പോൾ അതിൻ്റെ അത് നിങ്ങൾക്ക് എളുപ്പമായിട്ട് തോന്നുന്ന പോയിന്റുകൾ എഴുതാണോ അത് നിങ്ങൾ പഠിക്കുക. പിന്നെ നമ്മൾ പ്രീവിയസ് ക്ലാസ്സിലൊക്കെ പഠിച്ചപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഡിസിഷൻ ഗോസ് ടു മാനേജിങ് കമ്മിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ ആയിട്ട് കണക്ട് ചെയ്ത് നിങ്ങൾക്ക് എഴുതാൻ പറ്റാവുന്ന പോയിൻറ്റ്സ് നിങ്ങൾ പഠിക്കുക. അപ്പോൾ അതിനനുസരിച്ചുള്ള ആൻസർ നിങ്ങൾ എഴുതാട്ടോ. അപ്പോൾ ഇത് വരുമ്പോൾ എന്തായാലും ഒരു 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് മിക്കതും വരുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ പഠിക്കുക. നിങ്ങൾ ഇന്നത്തെ ക്ലാസ് കേട്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ മിസ്സിനെ വിളിച്ച് ക്ലിയർ ചെയ്യുക കേട്ടോ. പിന്നെ ഇന്ന് നിങ്ങൾ ആൻസർ ചെയ്ത് വെക്കേണ്ട ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്പ്ലെയിൻ ദ പവേഴ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് മാനേജിങ് കമ്മിറ്റി. നമ്മൾ ഇന്ന് ഈ ടോപ്പിക്കാണ്, ഇത് മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ. സോ മിസ് പറഞ്ഞു നമുക്കൊരു 32 പോയിന്റ് നമ്മൾക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിട്ട് അതൊരു 20 പോയിന്റെങ്കിലും നിങ്ങൾ എക്സാമിനായിട്ട് പഠിച്ചു. ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയാണ് ഡിസ്കസ് ചെയ്തത്. താങ്ക് യു.